എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. ഞാൻ ഓരോ ചൂട് നടക്കുമ്പോഴും അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഉപദേശങ്ങളാ എന്റെ മനസ്സിലുള്ളത്. ഞാൻ ഈ ഫീൽഡിലേക്ക് വന്ന സമയത്ത് അമ്മയോടെ ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്. എന്നെക്കുറിച്ച് തെറ്റായിട്ട് ഒരിക്കലും ഒന്നും കേൾക്കില്ല എന്ന്. അത് ഇത്രയും നാൾ പാലിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുമ്പോട്ടുപോയി അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ തന്നെയാണ് വേണ്ടത്. നമ്മൾ വളർന്ന ചുറ്റുപാടുകൾ, നമ്മളെ സ്നേഹിക്കുന്നവര്, അവരൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടെങ്കിലേ ഒരു തെറ്റിലേക്കും സഞ്ചരിക്കാൻ നമുക്ക് തോന്നില്ല. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയെന്ന് പറഞ്ഞ് കുറെ നാൾ ഞാൻ വിഷമിച്ചതാ. പക്ഷേ പതുക്കെ പതുക്കെ ഞാനതങ്ങ് മറന്നു. ഇവന്റെ വളർച്ച എന്റെ വളർച്ച തന്നെയാണെന്ന് ഞാൻ എപ്പോൾ ചിന്തിച്ചു തുടങ്ങിയോ അപ്പം മുതല് എനിക്ക് മനസ്സമാധാനമുണ്ട്, ജീവിക്കാൻ ഉത്സാഹവും ഉണ്ട്. അത് നന്നായി. എന്നാ പിന്നെ മോളെ ഒന്ന് ബിജു, ഇത്ര വേഗത്തിൽ ഓടിച്ചു പോകേണ്ട ഒരു കാര്യമില്ല. നമ്മൾ അവിടെ ചെല്ലുമ്പോഴേ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. തിരിഞ്ഞിരിക്കേണ്ടവരെ തിരിഞ്ഞു തന്നെ ഇരിക്കും. കൽപ്പന, പ്ലീസ്, എല്ലാവരെയും നിർബന്ധിച്ച് താൻ ഇങ്ങനെ ഒരു യാത്രയ്ക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഇനിയിപ്പോ കൺമുന്നിൽ എന്താ സംഭവിക്കാന്നുള്ളത് നമുക്ക് ഒന്നിച്ച് കാണാം. കെട്ടിപ്പൊക്കിയിരിക്കുന്ന മനക്കോട്ടകളൊക്കെ തകരാൻ പോകുന്നു. അതാ സത്യം. വരുണും പ്രിയങ്കയും തമ്മിൽ ഒരകഴ്ചയില്ല. എന്തിനാ മുത്തശ്ശി സ്വന്തം മനസ്സ് മറച്ചു വെച്ച് കള്ളം പറയുന്നേ? അവര് തമ്മിൽ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ടെന്ന് മുത്തശ്ശിക്ക് ഉറപ്പല്ലേ? അവര് തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന് നീ എനിക്ക് തെളിയിച്ചു തന്ന പിന്നെ ഞാൻ തിരിച്ച് കണിമംഗലത്തേക്ക് ഇല്ല. ഈ വഴി എവിടെയെങ്കിലും സന്യസിക്കാനേ പോവും. എന്താ അമ്മ ഇത്? ഇങ്ങനെ തമ്മി തർക്കിക്കാനുള്ള യാത്രയാണെങ്കിൽ ഇതിവിടെ വെച്ച് നിർത്താൻ നമുക്ക്. കൽപ്പന, വണ്ടിയിൽ വെച്ചിനി സംസാരം വേണ്ട. എന്തിന്റെ പേരിലായാലും കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ ഒന്നിച്ച് നടത്തുന്ന യാത്രയാണ്. അച്ഛനും ചെറിയച്ഛനും കൂടെയില്ലാത്തതിന്റെ ഒരു വിഷമം നമുക്കുണ്ട്. എന്നാലും ഈ യാത്ര നമുക്ക് സന്തോഷിക്കാനുള്ള ഒന്നായിക്കൂടെ? ഈ യാത്ര ഞങ്ങൾക്ക് സന്തോഷിക്കാനുള്ളത് തന്നെ. കാരണം ഇത് സൂര്യയുടെ അവസാന യാത്രയാണ്. പറ്റുമെങ്കിൽ ഏതെങ്കിലും കൊക്കയിലേക്ക് കൊണ്ട് ഇടിച്ചു കയറ്.
കൊടുക്കുമോളെ. മോളെ രാധിക, കുഞ്ഞുനാൾ മുതൽ എൻ്റെ മോൻ്റെ ഒരിഷ്ടത്തിനും ഞാൻ എതിര് നിന്നിട്ടില്ല. അതിപ്പോൾ കളിപ്പാട്ടത്തിൻ്റെ കാര്യത്തിലായാൽ പോലും പഠിക്കാനുള്ള കോഴ്സിൻ്റെ കാര്യത്തിലായാൽ പോലും അങ്ങനെ തന്നെ. മകനോടുള്ള വാത്സല്യം കൊണ്ട് എല്ലാം അങ്ങ് അംഗീകരിച്ചു കൊടുത്തൊന്ന് കരുതണ്ട. നല്ലതേ അവൻ സെലക്ട് ചെയ്യാറുള്ളൂ. കുറേ ദിവസമായി മോള് ഞങ്ങളുടെ ഇടയിൽ ഒരു സംസാര വിഷയമായിട്ട്. കാരണം കണ്ടെത്തി ഇവൻ മോളെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. മോളെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായി. അവന്റെ സെലക്ഷൻ തെറ്റിയിട്ടില്ല. ഉള്ള കാര്യം പറയാലോ, കുഞ്ഞുനാള് തൊട്ടേ ഇവളുടെ ഒരു പ്രകൃതി ഇങ്ങനെയാ. കുഞ്ഞിലെ ആര് കണ്ടിരുന്നാലും എവളെ ഒന്നും ഓമനിക്കാതെ പോയില്ല. മുതിർന്നപ്പോഴാണെങ്കിലോ ഇവളുടെ സ്വഭാവം മഹിമയെ പറ്റി പറയാത്ത ഒരാളും ഈ കരയിലില്ല. അല്ലേ ദേവാ? മക്കളെ കുറിച്ച് അച്ഛനമ്മമാർ എപ്പോഴും നല്ല വാക്കേ പറയും. പക്ഷേ രാധിക മോളുടെ കാര്യം പറയുമ്പോൾ ഞങ്ങൾ പറയുന്നത് കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് മാത്രമേ ഞങ്ങൾക്ക് സംശയമുള്ളൂ. ഞങ്ങളുടെ ഭാഗ്യം ഇവള്. ദേവേട്ട, എന്താ യശോദ പറയുന്നേ? എന്താണെങ്കിലും തുറന്നു പറഞ്ഞോളൂ കേട്ടോ. അത് രാധിക മോളെ കുറിച്ച് തന്നെയാണ്. ഒരു വിവാഹബന്ധാകുമ്പോ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു തന്നെ ആവണല്ലോ. രാധിക എന്റെ യശോദന് മൂത്ത മകളാണ്. പക്ഷേ അവളെ യശോദ പ്രസവിച്ചതോ ഞാൻ ജന്മം കൊടുത്തതോ അല്ല. പിന്നെ ഇവളെ ഞങ്ങൾ എടുത്തു വളർത്തിയതാ, ഇത്തിരി ഇല്ലാത്ത പ്രായത്തില്. അല്ല, കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞ ദൈവത്തിന്റെ സമ്മാനമല്ലേ? സാക്ഷാൽ അയ്യപ്പനെ തന്നെ പന്തളരാജൻ വഴിയിന്ന് കണ്ടെത്തുകയായിരുന്നില്ലേ? നാളെ ഒരു സംസാരത്തിന് ഇടവരുത്തരുത്. അതുകൊണ്ടാ ഇത് തുറന്നു പറയണമെന്ന തീരുമാനം ഞങ്ങൾ എടുത്തത്. അപ്പോ കുട്ടി ഒരു അനാഥയാണല്ലേ? കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു തന്നെ ആവണല്ലേ.
എൻ്റെ മകൻ നിന്നെ ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ മറ്റൊന്നും അന്വേഷിക്കാതെ വിവാഹത്തിനൊരുങ്ങിയതാ ഞാൻ. പക്ഷേ അമ്മേ, ഈ അച്ഛനമ്മമാരുടെയും മുത്തശ്ശിയുടെയൊക്കെ മനസ്സ് കീഴടക്കിയിരിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ. നിന്നെക്കുറിച്ച് ഈ നാട് മുഴുവൻ പറയുന്ന നല്ല വാക്കുണ്ടല്ലോ, അതിൻ്റെയൊക്കെ അർത്ഥം നീ ദൈവത്തിൻ്റെ കുഞ്ഞാണെന്ന്. പരിപൂർണ സമ്മതമാണ് ഈ അമ്മയ്ക്ക് നിന്നെ മരുമകളായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ. സന്തോഷം കൊണ്ടാ. ഭഗവാനെ, എല്ലാവരും കൂടി എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിരിക്കുക. പക്ഷേ ഈ വിവാഹം നടക്കാൻ പാടില്ല. ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും എന്നെ മോചിപ്പിക്കണം. തിരുമേനി, വിവാഹം ആർഭാടം കാണിക്കാനുള്ളതാണെന്ന വിശ്വാസമൊന്നും എനിക്ക് മുമ്പേ തന്നെ ഇല്ല. പിന്നെ ജീവയുടെ കാര്യം, അവൻ്റെ വിവാഹം എങ്ങനെ വേണമെന്ന് അവൻ തന്നെ തീരുമാനിച്ചോട്ടെ. എന്താടാ, തിരുമേനി പറഞ്ഞതിനോട് നിനക്ക് യോജിപ്പാണോ? വലിയൊരു വിവാഹ മണ്ഡപം. അങ്ങയുടെ ക്ഷേത്രത്തിൽ വെച്ച് അങ്ങയുടെ മകളെ എൻ്റെ കൈപിടിച്ച് ഏൽപ്പിച്ചാൽ മതി. മറ്റൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. മറ്റൊന്നെന്ന് പറഞ്ഞാൽ പണത്തിനോ ആഭരണത്തിനോ വേണ്ടി തിരുമേനിയും കുടുംബവും ബുദ്ധിമുട്ടി നടക്കേണ്ട കാര്യമില്ല. ഇവിടുന്ന് ഞങ്ങൾ പെൺകുട്ടിയെ കൊണ്ടുപോകുന്നു, പെൺകുട്ടിയെ മാത്രം. അമ്മയും മകനും മത്സരിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ് എൻ്റെ മനസ്സ് നിറക്കിയ. ഇളയ മോള് പ്രിയങ്കയുടെ ബന്ധുക്കളോട് കൂടി ഒന്ന് ചോദിച്ചിട്ട് നമുക്ക് വൈകാതെ ഒരു തീരുമാനത്തിലെത്താം. എന്തായാലും ഈ വിവാഹം നമ്മൾ ഉറപ്പിക്കുന്നു. ഇതെന്തിനാ ഇവിടെ നിർത്തിയേ? വ്യൂ പോയിന്റ് ആണ്, കാഴ്ചകൾ കാണാനൊരിടം. വ്യൂ പോയിന്റിന്റെ അർത്ഥമല്ല ഞാൻ ചോദിച്ചത്. കാണുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോഴേ എനിക്ക് വണ്ടിക്കകത്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇരിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ.
ഈ യാത്ര നിങ്ങൾക്ക് ഒഴിവാക്കായിരുന്നില്ലേ? ആ, അതെനിക്കും ചെയ്യാറുന്നല്ലോ. എന്റെ വീട്ടുകാരെ ധിക്കരിക്കുന്നതിന് എനിക്കൊരു പരിധിയുണ്ട്. അപ്പൊ ഞാൻ ധിക്കരിക്കണോ? എല്ലാ പഴിയും ഞാൻ കേൾക്കണോ? നോക്ക്, വിവാഹം കഴിച്ചു കൊണ്ടുവന്ന എന്നെ ഇഷ്ടമല്ലെന്നും കൂടെ ജീവിക്കാൻ താല്പര്യമില്ലെന്നും പറഞ്ഞത് നിങ്ങളാ. ണ്ടെങ്കിലേ അതങ്ങ് സഹിച്ചോളണം. എന്നോടൊപ്പം കട്ടിലിൽ കിടക്കുമ്പോ വേറെ ഒരുത്തിയെ മനസ്സിൽ വെച്ച് നടക്കുകയല്ലേ? അത്രയ്ക്ക് മാന്യതയൊന്നും പറയണ്ട. എന്റെ മാന്യതയില്ലായ്മ അത്രയ്ക്കും സഹിക്കാൻ പറ്റാത്തതാണെങ്കിൽ നീ എന്താ ഇറങ്ങിപ്പോവാത്തത്? ഓ, ഇറങ്ങിപ്പോയാ പിന്നെ ആ ദാരിദ്ര്യക്കാട്ടിലേക്ക് തന്നെ ചെന്ന് കയറണമല്ലോ. കണിമംഗലത്തിന്റെ സമ്പന്നതകളൊന്നും അവിടെ കിട്ടത്തില്ലല്ലോ. ഒരുത്തിനെ ചതിച്ച് അവന്റെ തലയിൽ കയറിയിരിക്കുക, എന്നിട്ട് അവന്റെ ജീവിതത്തിനും അവന്റെ കുടുംബത്തിനും വിലവേശുക. എടി, ഇതിനേക്കാൾ നല്ലത് പോയി ആത്മഹത്യ ചെയ്യുന്നല്ലേ. ഉദ്ദേശം മനസ്സിലായി. അറിയാവുന്നത് മുഴുവൻ പറഞ്ഞ് ഞാൻ ഏതെങ്കിലും രീതിയിൽ പോയി ആത്മഹത്യ ചെയ്യുവാണെങ്കിൽ ഇഷ്ടപ്പെട്ടവളെയും വിളിച്ചോണ്ട് വന്ന് സുഖമായിട്ട് അങ്ങ് താമസിക്കാലോ. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം നടക്കാതെ ആ ആഗ്രഹം മനസ്സിൽ സൂക്ഷിക്കണ്ട. വാ, വന്ന് വണ്ടി കയറി. എനിക്കിപ്പോ വരാൻ സൗകര്യമില്ല. എനിക്ക് പോണോന്നാ പറഞ്ഞേ. കൈ കാണിച്ചാൽ നിനക്ക് ഒരുപാട് വണ്ടികൾ കിട്ടും. അതിലേതെങ്കിലും ഒന്നിൽ കൈ കാണിച്ച് നീ എങ്ങോട്ടെന്ന് വെച്ചാ പോ. അത് വേണ്ട, ഒരുമിച്ച് ഇറങ്ങിയെങ്കിലേ ഒരുമിച്ച് തന്നെ പോവാ. ഇങ്ങോട്ട് വരാ. വന്ന് വണ്ടി കയറി. പ്രിയങ്ക, ആളുകൾ ശ്രദ്ധിക്കുന്നു. ശ്രദ്ധിക്കട്ടെ, ഈ നിൽക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കട്ടെ. നിങ്ങളെ പോലൊരാളെ ഭർത്താവായിട്ട് ചുമന്ന് നടക്കുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ഇവരൊക്കെ ഒന്ന് തിരിച്ചറിയട്ടെ. അതോടെ നിങ്ങളുടെ അന്തസ്സേ ആകാശത്തോട്ടങ്ങ് പോവാണെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം. ആഹാ, എങ്കിൽ പിന്നെ ആ ആളുകളോട് കാര്യങ്ങൾ മുഴുവൻ അങ്ങ് പറഞ്ഞു കൊടുക്കും. വാ, അവരറിയട്ടെ. അവരറിയട്ടെ എന്നെ നീ ചതിച്ച കാര്യവും നീ എന്റെ കൂടെ ജീവിക്കുന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശവും. പറയടി, പറ. അതെ, ഇവിടെ ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കുടുംബ പ്രശ്നം മറ്റോ ഉണ്ടെങ്കിൽ അത് വണ്ടിയിലിരുന്നോ അത് റൂമിലിരുന്നോ തീർത്തോണം. ഇവിടെ ഞങ്ങളുടെ മുന്നിൽ ഇരുന്ന് തമ്മിൽ തല്ലാൻ പറ്റില്ല. എടാ മോനെ, ഇത് ഞങ്ങളുടെ നാടാ. കാണാൻ ആഗ്രഹിച്ച് വന്നാണെങ്കിൽ കണ്ടിട്ട് പൊക്കോണം. ആ, അല്ലെങ്കിൽ താൻ എന്തോ ചെയ്യും? എടോ, ഞാനൊരു ഇന്ത്യൻ പൗരനാ. ഈ ദേശത്ത് എവിടെ പോവാനും എനിക്ക് ആരോടും അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. മണ്ണിന്റെ മാഹാത്മ്യം എന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നിൽക്കരുത്. ഇതൊക്കെ ഞാൻ ഒരുപാട് കണ്ടതാ. എന്നാ പിന്നെ അവനെ മര്യാദ പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം. ആ, വേണ്ട, വിട്ടേക്ക്, പോട്ടാ. ചുമ്മാ കിടന്ന് ബഹളണ്ടാതെ പോടാ. വരുണിന്റെയും പ്രിയങ്കയുടെയും കാറിലെയാ പോകുന്നത്. ആ, കൽപ്പന, ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, നമുക്കൊന്ന് ഇറങ്ങിയാലോ? അതിനെന്താ? സൂര്യ, നമുക്കിവിടെ ഇറങ്ങാല്ലേ? നിങ്ങളെല്ലാവരും ഇറങ്ങിക്കോ, എനിക്ക് വണ്ടിയിലിരുന്നാൽ തന്നെ കാണാം. ഭാര്യയും ഭർത്താവൊന്നും ആയിരിക്കില്ലെന്നേ. അല്ലെങ്കിൽ ഇങ്ങനെ നാട്ടുകാരുടെ മുന്നിൽ കിടന്ന് തമ്മിൽ തല്ലും. വേറെ ഏതെങ്കിലും സെറ്റപ്പായിരിക്കും. അത് മാത്രമല്ല, കാശിന്റെ കണക്കൊക്കെ പറയുന്നത് കേട്ടില്ലേ? അല്ല, നിങ്ങളിപ്പോ ആരെക്കുറിച്ചാ പറഞ്ഞേ? ഇപ്പൊ വണ്ടിയെ കയറി പോയില്ലേ രണ്ടുപേരും? എന്തൊരു ശല്യമായിരുന്നു ഇവിടെ.
ഉം.